ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്നൊരു ധാരണ വേണമല്ലോ. ഈ ഡിസംബറോട് കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ജനുവരിയിലോട്ട് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ച് ഒന്നിട്ടൊക്കെ വെക്കുവാണ്. എന്നാലേ നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. നാൻസി, ഇനി നമുക്ക് തീർക്കാനുള്ള ലിസ്റ്റ് എല്ലാം ഒന്നിട്ടോണ്ടിരിക്കുവാണ്. ഈ പേജോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം വരുന്ന വീഡിയോയിൽ നമ്മൾ വഴിയെ പറഞ്ഞു തരാം. നാൻസി അവിടെ ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കുവാണ്. ആ സമയം ഞാൻ താഴത്തേക്ക് വന്നു. ജയ്സൻ 2 കരിമീൻ പിടിച്ചോണ്ട് വന്നായിരുന്നു. ആ കരിമീനെ കറി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം അമ്മ വെട്ടിത്തന്നു. ഞാൻ ആ സമയത്ത് നമ്മുടെ കറിക്കുള്ള പരിപാടിയെല്ലാം ചെയ്തിട്ട് അത് കറിക്കായിട്ട് വെച്ചു കേട്ടോ. ഇത് രണ്ടും അമ്പെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നതാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നല്ല കേട്ടോ. ഒരു ദിവസം ഒരെണ്ണം കൊണ്ടുവന്ന് ഇന്ന് ആ കറി വെക്കണ ദിവസം ഒരെണ്ണം കൊണ്ടുവന്നു. ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു മറ്റേത്. അങ്ങനെ രണ്ടും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുള്ള പീസായിട്ടുണ്ട്. കുറച്ച് ദിവസമായി നാൻസിക്ക് ഒരാഗ്രഹം അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് മുളകൊക്കെ ഇട്ട് തരണ ഒരു വീഡിയോ കണ്ടേ. അപ്പം മുതലേ ഇങ്ങനെ നടക്കുവാണ്. അതിന് മുന്നേ എനിക്കുണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് കുത്തിവിട്ടിട്ട് മേലായിരുന്നു. എന്നാ പിന്നെ ഒന്ന് ഉണ്ടാക്കി തിന്നാന്ന് വിചാരിച്ച്. കറിവേപ്പിലയുടെ മണമൊക്കെ പിടിക്കട്ടെ. പൊട്ടിത്തെറിക്കുക കശുവണ്ടിയുടെ. അങ്ങോട്ട് വരാൻ നേരത്ത് അല്പം മുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റിയല്ല. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ചുമല കളർ ഇല്ലല്ലോ അടി. ചുമല കളർ വരെ കുറച്ച് മുളക് പൊടി കലക്കി ഒഴിക്കാന്നാണ്. ഇത് ചൂടാ അറിയാതെ ക്രിസ്പി ആവുള്ളൂ. കശുവണ്ടി തരാൻ ചൂടാ. ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും കണ്ടരിമാനം വാരി തിന്നാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നാൻസി നമ്മുടെ കഴിഞ്ഞ ദിവസം നീതു എവിടെയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീതു ഇപ്പൊ വരാറില്ല. നീതുവിന് കുറച്ച് മൈഗ്രെയിന്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ബസ്സും ഒരു ബോട്ടൊക്കെ കടന്നിട്ട് വേണമായിരുന്നു ഇവിടെ വരാനായിട്ട്. അതും പോരാത്തതിന് നമുക്കൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണല്ലോ. കസ്റ്റമറിന്റെ സാധനം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നീതുവിന് സ്വന്തം ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ശീലമേ ഉള്ളൂ. അതിന്റെ കൂടെ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് ടെൻഷൻ വരുമ്പോൾ മൈഗ്രെയിൻ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഊഹിച്ചതാണ്. അങ്ങനെ കുറച്ച് ഭയങ്കര പാടായിരുന്നു നീതുവിന് ഇവിടെ വന്നു പോകാനായിട്ട്. പിന്നെ അതും പോരാത്തതിന് ഒരു പനി പിടിച്ചിട്ട് പോയതാണ്. പിന്നെ വന്നിട്ടില്ല. കാര്യം നമ്മളും പയ്യനെ ഒന്ന് സ്റ്റിച്ചിങ് ചവിട്ടി പിടിച്ചിട്ട് വേറെ കുറച്ച് പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ നീതുവിന്റെ അങ്ങനെയാണ് നിൽക്കുന്നത്. അതാണ് ഇപ്പൊ നീതുവിനെ കാണാത്തത് നിങ്ങളെ വീഡിയോയിൽ. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിന് ഇതുവരെ ഞാൻ മറുപടി തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞതാട്ടോ. അങ്ങനെ നീതു നാൻസിയുടെ അളവെടുത്ത് നീതു തന്നെയാണ് ഒരു 3/4 ഭാഗത്തോളം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി തയ്ച്ചു കൊടുക്കും. നീ അല്ലല്ലോ തയ്ച്ചത്. ഇവിടെ അല്ലേ ഇവിടെ സിബുണ്ട്. ഇവിടെ നാൻസി സിബൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ബോഡി ഹഗ്ഗായിട്ടിരിക്കുന്നത് കൊണ്ട് സിബ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവക്കെ ഭയങ്കര ഫിറ്റ് ആയിട്ടിരിക്കണം. അങ്ങോട്ട് ലൂസ് ഒന്നും ഇരിക്കാൻ പാടില്ല പുള്ളിക്കാരത്തേക്ക്. ഭയങ്കര പ്രശ്ന. അപ്പൊ അമ്മ എപ്പോഴും വഴക്കായോളെ എന്തിനാണ് ഇത്ര പിടിച്ചിട്ട് ഉടുപ്പിടുന്നത്. അങ്ങനെ ഇത് ഇട്ട് പിന്നെ കാണിക്കാട്ടോ. നാൻസിക്ക് ഇപ്പൊ തീരെ വയ്യെന്നാ പറയുന്നത്. ചോറുണ്ടാൻ സമയമായി. അപ്പൊ അത് ഇട്ടിട്ട് വരാം. ഓക്കെ, എന്താ ബാമാക്കി വെച്ചു. അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. ഇതിപ്പോ പിറ്റേ ദിവസമാണ്. കിയാക്ക് സ്കൂളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് എണീറ്റത്. അവൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തലേ ദിവസത്തേക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഷടയെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റല്ലേ ഉള്ളൂ. ഇത് ഗോതമ്പ് മാവും കുറച്ച് പഴം ഉണ്ടായിരുന്നു. പഴവും തേങ്ങയും ശർക്കരപ്പൊടി നല്ല ആട്ടോ ഡബിൾ ഹോൾസിന്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാകുമ്പോൾ സുഖമുണ്ട്. നേരത്തെ ശർക്കര ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഇത് സുഖമാട്ടോ. ചുമ്മാ കുടഞ്ഞങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊരു അപ്പം അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ അപ്പം ഇവിടെ വീട്ടുകാർക്ക് അപ്പനും അമ്മയ്ക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നാൻസിക്ക് തീരെ ഇഷ്ടമല്ല. പണ്ട് അമ്മയുണ്ടല്ലോ, അമ്മ ജോലിക്ക് പോണ സമയത്ത് ഞങ്ങളൊന്നും അടുക്കളയിലൊന്നും കയറത്തില്ലല്ല. കുഞ്ഞു പിള്ളേരല്ലായിരുന്നോ. അപ്പൊ അമ്മയുടെ സ്ഥിരം പരിപാടിയാണ് ഗോതമ്പുണ്ട, അരിയുണ്ട, പിന്നെ ഈ അപ്പം. ഇതൊക്കെയാണ് അമ്മയുടെ പരിപാടി. ഈശ്വര, അങ്ങനെ വെറുത്തു പോയൊരു ഐറ്റായിരുന്നു ഇതെല്ലാം. അപ്പൊ അതിനിടയ്ക്ക് ജയ്സൺ മീൻ കൊണ്ടുവന്ന് മീനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടു. നാൻസിക്ക് വളരെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയേക്കുന്നേ. ഇന്നലത്തെ 2-3 പൂരി ഉണ്ട്. അത് വേണമെങ്കിൽ നീ തിന്നോ. അതിപ്പോ ഈ ചട്ടയിലിട്ടത് ചൂടാക്കിയാൽ നല്ല മുരുവരാന്ന് വരും. കറിക്കുള്ള അരപ്പൊക്കെ സെറ്റാക്കി വെച്ചു. ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ മാങ്ങ ഇട്ട് വെക്കാന്ന് വിചാരിച്ചു.
അംഗനവാടി പോണ വഴിക്ക് പിടിച്ചോണ്ട് വന്നതാ. ദേ അമ്പ ചെയ്തതിന്റെ ഊട്ട കണ്ട വാലേട്ടാണ് കൊണ്ടത്. സത്യം പറഞ്ഞാൽ കരിമീൻ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കാറില്ല, എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് ഈ ഒരെണ്ണമായിട്ട് എന്തിനാ ഫ്രീസറിലോട്ട് വെക്കുന്നത്. ഒരു കുഞ്ഞാപ്പിയായിരുന്നു. അപ്പം ഞാൻ വേഗം നമ്മുടെ ചാളക്കറിയുടെ കൂട്ടത്തിലോട്ട് അതിനെയും കൂടി വേഗം ക്ലീൻ ചെയ്ത് ഇട്ടു. നാൻസി ആ സമയം ഒരപ്പമൊക്കെ ഇച്ചിരി തിന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തിയിട്ട് ഒരു ധാവണ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവൾ വേഗം വന്നു അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അപ്പം വേഗം കറിയൊക്കെ ചെയ്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കട്ട സുഖമാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറെങ്കിലും നേരത്തെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് വേഗം ചടപടയും കറിയെല്ലാം ഉണ്ടാക്കിയത്. എൻ്റെ മുകളിലോട്ട് വന്നതാണ് ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട്. എന്തു വെച്ച് അടിക്കേണ്ട സാധനം ഇങ്ങനെ വെച്ചടിച്ച് എങ്ങനെ വെച്ച് സെറ്റപ്പായിട്ട് അടിച്ചു തരുന്നുണ്ടാ. എത്ര നേരമെടുത്ത് സൂക്ഷ്മതയോടുകൂടി അടിച്ചെടുത്തതാണ്. അങ്ങനെ അതിരുന്ന് അഴിക്കുവാണ്. ചില സമയങ്ങളിൽ ക്ഷമയുടെ നെല്ലിപ്പലക കാണും കേട്ടോ. ഈ കാര്യത്തിൽ മാത്രം നാൻസി സഹിച്ചങ്ങോട്ട് ചെയ്യും. സാധാരണ ഇവൾ ഇത്രയും ദേഷ്യക്കാരിയാണ്, പക്ഷെ ഈ കാര്യത്തിൽ ഇത്തിരി ക്ഷമ കൊടുത്തിട്ടുണ്ട് ദൈവം. അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഗ്യാപ്പിൽ ഞാൻ താഴത്തോട്ട് വന്നിട്ട് കുറച്ച് അച്ചിങ്ങ തോരനും കൂടി ഉണ്ടാക്കി തീരെ അങ്ങോട്ട് കുറയ്ക്കണ്ടെന്ന് ഓർത്ത്. അങ്ങനെ നമ്മുടെ ധാവണി സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നീയല്ലേ യോജിപ്പിച്ചൊക്കെ എടുത്തത്? ബാക്കിയൊക്കെ ഓൾ സെറ്റ് അല്ലായിരുന്ന? ഈ ടാസൽസ് ഒക്കെ ഉണ്ടായിരുന്ന? ഇതൊക്കെ ഉണ്ടായിരുന്നു. സിബ് പിടിപ്പിച്ചെടുത്തല്ലേ? സൈഡിലൊരു സിബും കൊടുത്ത് കുളത്തൊക്കെ പിടിപ്പിച്ചെടുത്ത്. ഞാൻ വരച്ച സ്ഥലം നീ കണ്ടായിരുന്നു? അവിടെ തന്നെയാണോ ഒരു ഇത്തിരിയും കൂടി മുന്നോട്ട് മാറ്റിയാ വെച്ച്. ഞങ്ങൾ പാവാടയിൽ ഈ കുളത്ത് വെക്കണാനായിട്ട് ഒരു ചേച്ചി കമന്റ് ഇട്ടിരുന്നു, പാന്റിൽ വെക്കുന്നത് വെക്ക്, അതാണ് എളുപ്പം നല്ലതൊന്നും. പക്ഷെ ഇത് ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് പണ്ട് ആ കുളത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പണ്ട് അമ്മ എനിക്ക് പാവാടയിലൊക്കെ വെച്ചിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കത് ഇട്ട് കഴിഞ്ഞ ഒരു പിടുത്തം വരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇതിപ്പോ നാൻസി പറഞ്ഞതാണ് ഈ നമ്മുടെ ബ്ലൗസിൽ വെക്കുന്നത് വെച്ചാലും നല്ലതാണ്, 2-3 വെക്കണമെന്നുള്ള നല്ല പിടിച്ചിരുന്നോളൂ. ശരിയാണ്, നല്ലപോലെ ഇരുന്നോളൂ കേട്ടോ. നമുക്കൊരു പ്രശ്നം വരത്തില്ല. പക്ഷെ ഇച്ചിരി പാടാണ്. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് പിടിപ്പിക്കാനായിട്ട്. ഇതൊരു ലൂപ്പൊക്കെ ഉണ്ടാക്കി കുളത്തൊക്കെ നല്ല ടൈറ്റിൽ പിടിപ്പിച്ചെടുക്കണം. എന്നാലും കുഴപ്പമില്ല. മറ്റേതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പണ്ട് ചെയ്തേക്കണം അല്ലേ, ഇപ്പൊ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നമ്മുടെ മൈൻഡ് മാറിയത്. പിന്നെ ബ്ലൗസിൽ നെക്കിൽ വരുന്ന വർക്ക് നമ്മുടെ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ കേട്ടോ. ആന്റിക്കായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പോരാത്തതിനൊരു അരപ്പട്ടയും കൂടി നമ്മുടെ കൂട്ടുകാരി ഇതെല്ലാം ഇട്ടോണ്ട് പോയി. ഇനിയിപ്പോൾ അവക്കിത് ഇതിനും കൂടി വേണം, ക്രിസ്മസിന് ഇടാനായിട്ടുള്ള ഒരു ഇതും കൂടി ആകുമല്ലോ. അങ്ങനെ ഒറ്റയടിക്ക് 2 ഫംഗ്ഷൻ ഉപയോഗിക്കാമല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ പിണ്ടക്കൻ്റെ ഇതുകൊണ്ട് ബെൽറ്റ് പോലെ വെച്ചിട്ട് നല്ല രസമില്ലേടി? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പൊ ഇതിനകത്ത് ക്രിസ്മസിന് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു വർക്ക്, കാരണം അവക്ക് കല്യാണത്തിന് വർക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയമില്ലല്ലോ. ഇത് തയ്ച്ചെടുത്തത് തന്നെ എങ്ങനെയാന്ന് തമ്പുരാനറിയാം. അതുകൊണ്ട് അവള് പോവുകയാണ്. അസമിലായിരിക്കും അല്ലേ ക്രിസ്മസ് ആഘോഷം? ആണോ? അവിടെ വെച്ച് ഇടാനായിട്ട് വേണ്ട, ഇത് വേണ്ട, ഇത് മതി. അവിടെ വെച്ച് ഇടാനായിട്ട് ഇച്ചിരി വർക്ക്. ഇത് മതി. മറ്റേ പച്ച കേട്ടോടി അവളാ കോമ്പിനേഷൻ ചെയ്ത പോലെ കറക്റ്റ് മുത്തും ഉണ്ടായിരുന്നല്ലോ. പച്ച ഒന്ന് വെച്ച് നോക്കിക്കേ കൊള്ളുവോന്ന്. സെൽഫ് മതി. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ആ മെറ്റീരിയലിന്റെ നിറത്തിലുള്ള പല പല ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അത് ആ സെൽഫ് ഡിസൈൻ തന്നെ ചെയ്യാൻ ഓർത്തു. വേറെ ഒരു നിറം കയറ്റുന്നതിനോട് നാൻസിക്ക് വിയോജിപ്പ് എന്താ പറയണത്? അത് അങ്ങനെ ഇതൊക്കെ കുറച്ച് വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നല്ല സമയം എടുത്ത് ചെയ്തെടുക്കാൻ. കാരണം വേറൊന്നുമല്ല, എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ച് തന്നെ കുറെ സമയം. നാൻസി, നിങ്ങൾ പറഞ്ഞല്ലേ കുറെ പേര് ബോ വേണം, എന്തെങ്കിലുമൊക്കെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ തന്നെ വെക്കായിരുന്നു. അതെനിക്ക് ചുമ്മാ വെച്ചപ്പോ എനിക്ക് ഇഷ്ടമായി. ആണോ? അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ നാൻസിക്ക് ഒരു ആഗ്രഹം, ഇതിനകത്തിട്ട് പണിതിട്ട് അവൾ അടങ്ങുകൊള്ളെന്ന് പറഞ്ഞോണ്ടാണ് മെനകേട് മാറ്റിട്ട് ഞാൻ എന്നിട്ട് ഇവളെ എന്നെ കൊണ്ടാണ് ഈ ബോ തയ്പ്പിച്ചത്. എനിക്കാനും അറിയത്തില്ല. അറിയാൻ വേണമെന്ന് പറഞ്ഞ നാൻസിയുടെ വായിരിക്കണ കേൾക്കൊള്ളാതെ ഓർത്തിട്ട് ഞാൻ എങ്ങനെയോ ഒരു ഉണ്ടാക്കി. പിന്നെ പപ്പട കനത്തിന് ഈ സാധനം വെട്ടിക്കൊള്ളാനും പറഞ്ഞു. ഞാൻ വെട്ടിയിട്ട് ഞാനത് ഉപേക്ഷിച്ചതാ. നാൻസി അത് വിട്ടില്ല. ഇതിനെ ഒട്ടിച്ചു വെച്ചേക്കുവാണോ ഇത്? അല്ല, ഈ സാധനം ഒട്ടിച്ചൊട്ടിച്ചു വെച്ചേക്കുവാണോ? ആണോ? നല്ല ഭംഗിയുണ്ട്. ഇതിനൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പൂ വെച്ച് നിറച്ചാലോ? അത് വേണ്ട. എന്ത് കാര്യത്തിന് വേറെ പണിയൊന്നുമില്ല. ഇത് മതിയടി, ഇത് മതിയടി. ഒരു 3-4 പൂ ഉണ്ടാക്കാനുണ്ട്. ആണോ? ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച അത്ര വേണോ ഇത്? അതോ വേറെ ഉണ്ടാക്കിയ? ഞാൻ വേറെ ഉണ്ടാക്കിയ. ബാക്കി എല്ലാം കട്ട് ചെയ്ത് കനൊക്കെ കുറച്ച് ഭയങ്കര വലിയതായിട്ട്. ഈ കുഞ്ഞതൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാ?
ഈ തുണിയുടെ മെറ്റീരിയൽ കൊണ്ട് തന്നെ വട്ടത്തിൽ വെട്ടിയെടുത്ത് മെഴുകുതിരിക്ക് ഉരുക്കിയതെടുത്തതാ കേട്ടോ. ഉരുക്കി വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടി ഡാർക്ക് റോസസ് ആ സൈഡിലെ കരിഞ്ഞ വശത്ത് വന്നത് നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് അവള് നെക്കിന്റെ എവിടെയൊക്കെ പിടിപ്പിക്കണം. നമ്മുടെ ശരിക്കും വൃത്തികേട് എവിടെ ആടി എന്ന് ചോദിച്ചപ്പോഴാണ് ശരിയാണല്ലോ, നമ്മൾ ആ അരഭാഗത്തെ പ്ലേറ്റ് ഫ്രണ്ടിലിട്ട പ്ലേറ്റ് കൊള്ളത്തില്ലാത്തത് കൊണ്ടല്ലേ നമ്മള് പൂണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. ഉറക്കം എണീറ്റോ അദ്ദേഹം നിക്കണ ഒരു നോക്കൂത്തി ഉറക്കത്തിന്ന് എടുത്തോണ്ട് വന്നാലും മന്ദതയില് നിക്കുക. ചിരിച്ചേ ചിരിച്ച് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. കിയ കിയ ചിരിച്ച് ചിരിച്ച് ഈ ചിരിച്ച് ഈ കാണിച്ചേ ഈ പൂ പറിക്കുവാണോ കുട്ടി? ഓ മതി, ചെടിയും കൂടി പറിച്ചെടുക്കും. ഈ കാണിച്ചേ ഈ കാണിക്ക്. എവിടെയായിട്ട് ആദ്യം കുറച്ചു നേരം ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ മര്യാദ ചിരിച്ചൊക്കെ കാണിച്ചു. പിന്നെ പുള്ളിക്കാരത്തേക്ക് മടുപ്പായി, പിന്നെ നോക്കാണ്ടായി. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട് ഉടുപ്പിന്റെ പകുതി വൃത്തികേട് പോയില്ലേ? നിങ്ങൾ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാറുവിന്റെ ഉടുപ്പമേ ചെയ്തേക്കുന്നത് വർക്ക് ഇതാണ്. ഫ്രണ്ടും അല്ല നമ്മുടെ കഴുത്തിന്റെ കുറച്ച് ഭാഗത്തും ആ താഴത്തുമായിട്ട് കുറച്ച് അവിടെയും ഇവിടെയായിട്ട് ചെയ്തു. ഇതിന്റെ ബാക്ക് കാണാൻ ഭയങ്കര രസമാട്ടോ. ബാക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബാക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഈ ബാക്ക് കാണാനായിരുന്നു. നോക്കിക്കാൻ ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചന്തയിലോട്ട് പോയി. ഉച്ചത്തേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് ചെന്നപ്പോഴാണ് എന്നാൽ നമുക്ക് ചന്തയിൽ പോകാമെന്ന് വിചാരിച്ചു. ചന്തയിൽ ചെന്ന പാടെ തന്നെ ഇതുവരെയായിട്ട് കൊഞ്ച് നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. എന്നാൽ പിന്നെ അതൊന്ന് വാങ്ങിയാൽ എന്താണ് എന്നൊരു ചിന്ത എനിക്ക് വന്നു. ആ ചിന്ത ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്, അതാണ് കാരണം. അങ്ങനെ നമ്മളത് വാങ്ങി. ഇതിന് 1 കിലോയ്ക്ക് 500 രൂപയായിരുന്നു. ഒരു അര കിലോ വരുന്ന ഒരു കൊഞ്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ പറഞ്ഞ മോളെ എന്തിനീ ഒരെണ്ണമായിട്ട് വെറുതെ ഇട്ടേക്കുന്നത്? അപ്പം ഞാൻ പറയുന്നത് അതും ഇരിക്കട്ടെ. അങ്ങനെ 750 രൂപയായി 1.5 കിലോ കൊഞ്ച്. അങ്ങനെ കൊഞ്ചും വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. കൂടെ നങ്ക് വാങ്ങി. നമ്മളെ കൊഞ്ചിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. ജേസനൊക്കെ കുറെ കഴിച്ചിട്ടുള്ളതാ, ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ആന്റി ഉണ്ട്, പുള്ളിക്കാരി നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള തയ്പ്പിക്കാനായിട്ട്. പുള്ളിക്കാരി കൊഞ്ച് വാങ്ങിച്ചെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ ശരിയാണല്ലോ, കൊഞ്ച് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അങ്ങനെ ഇത്തവണ ചിലപ്പോൾ ആണ്ട് കിടക്കണ കൊഞ്ച്. ഇത് എന്റെ കാലൊക്കെ ഉണ്ട്, നമ്മുടെ ഞണ്ടിന്റെ കാല് പോലെയൊക്കെ ഇരിക്കും. ഇതെങ്ങനെ വെക്കേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ കൊഞ്ച് വാങ്ങിയിട്ട് തിരിച്ചിങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട ഐറ്റം കിടക്കണം, നങ്ക്. ഇത് കായലിലെ നങ്കാണ്. കായലിലെ ഐറ്റവും കടലിലെ ഐറ്റവും നമ്മുടെ ചന്തയിൽ കിട്ടും കേട്ടോ. ഞാനിത് തരിച്ചു നിൽക്കുകയാണ്. ഞാനേ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കിയത് എന്താണ് ഇവിടെ ഇരിക്കണത്? ഇതാണ് കൊഞ്ച്. സിനിമയിലൊക്കെ കാണാത്ത ഒരു ജീവി സൈഡിൽ ഇരിക്കണേ. മൂട് പോയി എല്ലാം മൂടും പോയി. കഴിഞ്ഞ നാൻസെ കിട്ടിയിട്ടുണ്ട് ഉള്ളി പൊളിക്കാനായിട്ട്. എന്റെ കസ്റ്റമേഴ്സ് ഇതറിഞ്ഞ കസ്റ്റമേഴ്സിന്റെ സാധനമൊക്കെ അവിടെ ക്യൂവില് നിന്നോണ്ടിരിക്കുക. നങ്ക് മുഴുവൻ ഇന്ന് തന്നെ അങ്ങോട്ട് വറുത്ത് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങള്. അങ്ങനെ അങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങിയപ്പോ എന്നെ അതാ പറ്റുന്നില്ല. ഭയങ്കര കരിപ്പച്ചയാണ്, ഭയങ്കര ഫ്രഷ് നങ്കാണ്. എനിക്കൊന്നും പിടിച്ചോണ്ട് വന്ന വഴിയാണെന്ന് അറിയത്തില്ല, ഭയങ്കര ഫ്രഷ്. ഇതൊരു ഇത്തിരി ഒരു ദിവസമൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ തൊലിയൊക്കെ നമുക്ക് പടക്കേന്ന് പറഞ്ഞിട്ട് പൊളിച്ചെടുക്കുക. ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര പാട്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു കുറച്ചങ്ങോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഇന്നെല്ലാം കൂടി നടക്കിയല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റി വെച്ചു വിടും. എന്നിട്ട് അമ്മ ഇങ്ങനെ കത്തിക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ തോണ്ടി എനിക്ക് വെച്ച് തരും. അമ്മയ്ക്ക് നഖയില്ലാത്തതുകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനാണ് ബാക്കി പറിച്ചെടുത്ത് ഇരുന്നത്. അങ്ങനെ നമ്മൾ ഒരു വിധത്തില് അതെ ഉണ്ടായിരുന്നതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ബാക്കി നമ്മൾ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ചു. അന്ന് ചെയ്യാൻ ഒരു പറ്റത്തുണ്ടായിരുന്നില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു, ബ്രെഡോ അങ്ങനെ നടക്കുകയായിരുന്നു കഴിച്ചത്, വലിയ കാര്യമായിട്ട് കഴിച്ചില്ലായിരുന്നു. അപ്പൊ വേഗം ചോറ് കഴിക്കാനുള്ള ധൃതിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് കൊഞ്ച് ക്ലീൻ ചെയ്യണത് എങ്ങനെ, കറി വെക്കണത് എങ്ങനെയെന്നൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു പഠിച്ചോണ്ടിരിക്കുവാണ്. ഇത് ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ടേ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ മേലാണ്ട് ഒരു വെപ്രാളത്തിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ കണ്ട് പഠിച്ചു. ആ നേരത്തെ അമ്മ നങ്കെല്ലാം ക്ലീൻ ചെയ്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാനത് കറി വെക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കിയായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ അമ്മ തൊലി പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ പരിപാടിയിലായിട്ടാണ് കടന്നത്. അങ്ങനെ അതെല്ലാം ചെയ്ത് വേഗം, കാരണം എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. മൈഗ്രെയിൻ ഉള്ളവർ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങാനും കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ തീർന്നതാ, ഒന്നും പറയണ്ട. അതുകൊണ്ട് ഞാൻ വേഗം എനിക്ക് പണി തലവേദനയുടെ ഗുളിക പോലും കഴിക്കാൻ പറ്റില്ല. ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കണ്ണിങ്ങനെ 2 കണ്ണും കൂടി വീർത്ത് വരും, ഭയങ്കര നീറ്റലും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓടി ചന്തയിലോട്ട് പോയത് തന്നെ, എന്തെങ്കിലും ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി
ബാക്കി വറക്കാനും പുരട്ടി വെച്ച് കറിയൊക്കെ വെച്ചപ്പോഴാണ് കിയാര അടുത്ത കളിപ്പാട്ടവും കൊണ്ട് വന്നത്. ജെസ്സിയമ്മയെ ഞങ്ങളൊക്കെ വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. അവൾ ഇങ്ങനെ നിൽക്കണത്. ഇനി കടയുടെ പരിസരത്തോട്ട് ഇവളെ കൊണ്ടുപോയി പോകരുതെന്ന് ജെയ്സനെ വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജെയ്സൺ അവളെ കൊണ്ട് പോകുന്നേ കടയുടെ വാതിക്കൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ കൊച്ചു അതും ഇതൊക്കെ പറയും, ഇങ്ങനെ ഇത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി ഇവിടെ സ്ഥലമില്ല ഇവളുടെ സാധനം വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ പിന്നെയും തിരിച്ചു വന്നു. എൻ്റെ കറിയിലോട്ട് ഉള്ളിയും ഇഞ്ചിയും കൂടി ഞാൻ ഇടും. ഇതുപോലെ കറി വെക്കാൻ നേരത്ത് ഇതിനകത്ത് വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ. നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും കൂടി അതിനകത്ത് ഇടും. കുറച്ച് പച്ച വെളിച്ചെണ്ണയും അത്രേ ഉള്ളൂ. അതോടുകൂടി കറിയുടെ പരിപാടി തീർന്നു. പിന്നെ അത് അവിടെ ഇരുന്ന് വറ്റുക. പിന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലും തുടങ്ങി. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ നങ്കിന് എന്താ ഇത്രയും ടേസ്റ്റ്? നങ്ക് കഴിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് ആരെങ്കിലും ഏറ്റവും ടേസ്റ്റുള്ള മീൻ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും നങ്കന്ന്. ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇതിന്? അങ്ങനെ അത് വറുത്തതിന് ഒടുക്കത്തെ ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അമ്മ നമ്മുടെ കൊഞ്ചിനെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളത് ഫ്രിഡ്ജിലോട്ടൊന്നും വെച്ചില്ലായിരുന്നു. ക്ലീൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്യുവാണ്. കുത്തി പിടിക്കണ ഇതാന്ന്, കുത്തി പിടിക്കൂല്ലേ, അതാണ് അപ്പൊ ഊട്ടായിരിക്കണത്. ൊന്നുമില്ല, എല്ലാ കൊഞ്ചിലും ഓരോ ഊട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന കൊഞ്ചാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അമ്മ അത് ക്ലീൻ ചെയ്ത് തന്നെ മടുത്തു കേട്ടോ. ഒരു പാത്രം നിറച്ച വേസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മള് ഒരു 3-4 കുഞ്ഞത് മാറ്റി വെച്ചു കേട്ടാ. ഇതൊരു വീഡിയോയിൽ കണ്ടതാണ്. കുട്ടനാട സ്റ്റൈല് പൊള്ളിച്ചതെന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്തു നോക്കാന്ന് വിചാരിച്ചു. ഇത് ഇതെല്ലാം മുഴുത്തതാണ്. നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കണതാണ് നമ്മൾ കണ്ടത്. അത് വറുത്തിട്ടാണ് കറി വെക്കുന്നത്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനകത്ത് ആ ചേട്ടൻ കാണിക്കുന്നത് ഇഞ്ചി, മഞ്ഞപ്പൊടി, ഗരം മസാല ചേർക്കുന്നുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മുളക് പൊടി. പുള്ളിയുടെ മാത്രമാണ് ഞാൻ അനുകരിക്കുന്നത്. ഞാൻ എന്റേതായിട്ട് കയ്യിൽ നിന്നൊന്നും ഇടുന്നില്ല. ഉപ്പിട്ടോ മതി. എല്ലാ മസാലയും കൂടി പെരട്ടി കുറച്ചു നേരം വെച്ചു കേട്ടോ. ഫ്രിഡ്ജിലോട്ട് വെച്ചു. കാരണം അപ്പം ചെയ്യാൻ ഒരു മൂടും ഉണ്ടായിരുന്നില്ല. ഇത് വേഗം ക്ലീൻ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈർക്കിലേക്ക് കോർത്ത് വറക്കണമെന്നാ പുള്ളി പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് വളഞ്ഞു പോകും അത്രേ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയി ഈർക്കിലേക്ക് കോർത്താണ് ഫ്രിഡ്ജിൽ വെച്ചത്. ആ ഗ്യാപ്പിൽ നാൻസിക്ക് എമർജൻസി ആയിട്ട് തയ്ക്കാനുള്ള ചുരിദാറായിരുന്നു ഇത്. ഒരു ചുരിദാർ, ഒരു കുട്ടിയുടുപ്പൊക്കെ തയ്ക്കാനുണ്ട്. കുട്ടിയുടുപ്പ് അവിടെ പെൻഡിങ്ങിൽ വെച്ചേക്കുവാണ്. അതിനിടയ്ക്ക് വേറെ അത്യാവശ്യക്കാർ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇത് അവൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇത് ചെയ്ത് ആ സമയം കൊണ്ട് അവളത് ചെയ്ത് തീർത്ത്. ഇതൊരു ഇച്ചിരി ഇത് വരുന്നുണ്ട്. കാരണം ഫ്രണ്ടില് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ വന്നിട്ട് ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. നാൻസിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംശയം വരുന്നൊരൈറ്റം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കും. ചെയ്യാൻ ഇത്തിരി ഇതാണ്. ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, താഴത്ത് വന്നിട്ട് കൊഞ്ചൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു. വറുത്തോണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കണം. അത് വറുക്കാനിട്ടിട്ടാട്ടോ ഞാനിതൊക്കെ അരിയാൻ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ വറുത്ത എണ്ണയിലോട്ട് തന്നെ ഈ ഐറ്റംസ് എല്ലാം കൂടി കൊട്ടി കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇങ്ങനെയുണ്ട്. ഒരു പൊടിക്കുപ്പും മന്തിയിലല്ലേ. നമുക്ക് ഈ അവസരത്തിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഗ്യാപ്പിൽ ജെയ്സൺ പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നത് അമ്മ ഇതുപോലെ മുളകും എന്താണ് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തന്നപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല പൈനാപ്പിളും ആയിരുന്നു. ആ ഒരു ഓർമ്മയിൽ പുള്ളി കൊണ്ടുവന്നിട്ട് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ തിരക്കിലായതുകൊണ്ട് പുള്ളി തന്നെ അരിഞ്ഞ് ഉണ്ടാക്കിയിട്ടോ. കൊള്ളായിരുന്നു. പക്ഷെ ഈ പൈനാപ്പിൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും പുള്ളി അത് കഴിച്ചു. എന്നിട്ട് നമ്മുടെ സെറ്റിങ്ങിലോട്ട് നടക്കാൻ പോവാണ്. ഇനി വാഴയിലൊക്കെ പറിച്ചോണ്ട് വന്നു കേട്ടോ. സന്ധ്യയ്ക്ക് പോയി രാത്രിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ വാഴയിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല എല്ലാം നിരത്തി കൊടുക്കണം. അതിന്റെ മണ്ടയിലോട്ട് നമ്മുടെ കൊഞ്ചിനങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മസാലയും കൂടി വെച്ച് കൊടുത്തിട്ട് ആ വീഡിയോയിൽ ആ ചേട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് സവോളയും കുറച്ച് തക്കാളിയും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ പുള്ളിക്കാരൻ ഇടുന്നുണ്ട് കേട്ടോ. ആ അണ്ടിപ്പരിപ്പൊക്കെ ഡെക്കറേഷൻ ഒന്നും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് തട്ടിയിട്ട് ഇത് മടക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഞാൻ ഒരു വിധത്തിൽ മടക്കി സെറ്റാക്കി വെച്ച്. അപ്പൊ കെട്ടിടാനായിട്ട് ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കെട്ടിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വന്നിട്ട് കെട്ടൊക്കെ ഇട്ട് തന്നു. നമ്മൾ നേരെ ചൂടായി ഒരു അല്പം എണ്ണ ഒഴിച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടേ ഇത്തിരി വെയിറ്റിൽ പരന്ന് കെട്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതും കൂടി അതിന്റെ മേത്തോട്ട് വെച്ച്. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പരന്നു പോയെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ഐറ്റം റെഡിയായി. ആ ഗ്യാപ്പിൽ ജെയ്സനോട് ഞാൻ പറഞ്ഞിരുന്നു ഇതും കൂടി കഴിക്കാനായിട്ട് അപ്പം വാങ്ങിച്ചുകൊണ്ട് തന്നെയെന്ന്. അങ്ങനെ പുള്ളി അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു.
ഞങ്ങള് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ ഇത് തുറക്കാനായിട്ട്. കാരണം ഇതുവരെ കൊഞ്ച് കഴിച്ചിട്ടില്ല. പിന്നെ ആ വീഡിയോയിൽ ആ ചേട്ടൻ ഭയങ്കര ടേസ്റ്റാന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുവാണ് ഇതൊന്ന് തുറന്ന് കഴിച്ചു നോക്കാനായിട്ട്. തുറങ്ങുമ്പം നമ്മുടെ സവാളയൊക്കെ വാടി തക്കാളിയൊക്കെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ നാൻസി കൊഞ്ച് അവക്കുള്ളത് എടുത്തതാണ്. ഒരു പകുതി മുറിച്ചാണ് എടുത്തത്. മുറിച്ചെടുത്ത് പാത്രത്തിലോട്ടിട്ട് കഴിച്ചപ്പോഴാണ് ഒരു രുചി ഉണ്ടായിരുന്നില്ല. അല്ലേലും എനിക്ക് പൊതുവെ അറിയാം കേട്ടോ, ഈ കുഞ്ഞു ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഞണ്ട് തന്നെയാണെങ്കിൽ ഈ കായലിലെ വലിയ ഞണ്ടിന് ഭയങ്കര വിലയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആ വലിയ ഞണ്ടിനേക്കാളും ചെറിയ പീക്കിരി ഞണ്ടിനാ ടേസ്റ്റ്. അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ പണ്ട് മുതലേ കൊഞ്ച് കഴിക്കാതിരുന്നത്. പക്ഷേ ഈ കൊഞ്ച് കഴിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് ഇതിലും നമ്മുടെ ഈ കൊഞ്ചിലും ടേസ്റ്റ് എന്താണെങ്കിലും ചെമ്മീനിന് തന്നെയാണ്. ഒരു സംശയവും ഇതിപ്പോ എങ്ങനെയായിട്ടാണോ എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ഉണ്ടാക്കേണ്ടതാണോ എന്നും എനിക്ക് പിടുത്തമില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം ബന്ധപ്പെട്ടിരിക്കുമല്ലോ. ഉണ്ടാക്കുന്നതും എല്ലാം നന്നായിട്ടിരിക്കണമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇത് നന്നാക്കി എടുക്കാൻ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. എനിക്കിത് പൊള്ളിച്ചപ്പോൾ തന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് എനിക്കിങ്ങനെ തോന്നിയായിരുന്നു. എനിക്കിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കണ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പിന്നെ ആ പുള്ളിയുടെ റെസിപ്പി അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല. അപ്പൊ നാൻസി പറഞ്ഞ് അപ്പൊ കൊള്ളത്തില്ലെന്ന് അവൾ തീർത്തും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അല്പം രുചി കൂട്ടാൻ തേങ്ങാപ്പാൽ ഒഴിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ പൊതിക്കകത്ത് കെട്ടിവെച്ച ചെമ്മീൻ എല്ലാം നമ്മൾ അഴിച്ചിട്ടിട്ട് രണ്ടാമത് സെറ്റാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാന്ന് ഇവള് പറഞ്ഞു. എന്നാലും റബ്ബർ പോലെയൊക്കെ ആയിപ്പോയി കേട്ടോ. ഓവർ കുക്കൊന്നും ആയില്ലായിരുന്നു. വറുത്തപ്പോൾ സോഫ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ഇലയിലിട്ട് ചുട്ടപ്പം ഹാർഡായെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഞ്ചുകൂതി അവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൊഞ്ചിന്റെ ഞാൻ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരു ചുരിദാർ തയ്ച്ചു കഴിഞ്ഞത് നിങ്ങളൊന്ന് ഫൈനലൊക്കെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് പൈപ്പിങ് നടുക്കൂടി വരുന്നുണ്ട്, ഒരു കെട്ടും കൂടി വരുന്നുണ്ട്. ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സമയം എടുക്കുവേ. അത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അങ്ങനെ ട്രബിളിൽ നിൽക്കുമായിരുന്നു. ട്രബിളൊക്കെ മാറി അതൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും